ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു മുട്ട ബജിയുടെ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ രാവിലെയൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം നമുക്ക് വൈകുന്നേരം ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അടിപൊളി മുട്ട ബജി തയ്യാറാക്കാനായിട്ട് വേണ്ട സാധനങ്ങളിലേക്കാണ് അമ്മ പറഞ്ഞു തരും. നമ്മൾ ഇതിലേക്ക് ഒരു 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിന് നേർ പകുതി 1/2 കപ്പ് മൈദ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായി മുറിച്ചെടുത്തതാണ്, പിന്നെ പാകത്തിന് ഉപ്പ്, ഒരു വലിയ പച്ചമുളക് ചെറുതായി മുറിച്ചതാണ്, അതേമാതിരി തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയാണ്, അതേമാതിരി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്, എരിവില്ലാത്തത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായി മുറിച്ച് വെച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മുട്ട ബജി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എല്ലാ ഐറ്റംസും നമ്മൾ പുഴിഞ്ഞ മുട്ട ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തിക്ക് ബാറ്ററാണ് വേണ്ടത്, അപ്പൊ ഒരുപാട് വെള്ളം ചേർക്കണ്ട. അപ്പൊ നമ്മളത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയെടുത്തിട്ടുണ്ട്. ഇതൊരു ഇഡ്ലി മാവിന്റെ കൺസിസ്റ്റൻസിയാണ്, അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി. ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കാം. അപ്പോൾ നമുക്കിത് കാണാനും കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മള് ബാറ്റർ അവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ബാറ്റർ ഇത്രേ ഉള്ളൂ. ഇനി വളരെ സിമ്പിളാണ് മുട്ട ബജി തയ്യാറാക്കാനൊക്കെ. അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിത് 8 മുട്ടയും ഇതേമാതിരി നടുവ് കൂടെ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്ന് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. നമ്മളിത് ഒരു പകുതി മുട്ട നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാവ് നന്നായി കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ പണി. പിന്നെ നമുക്ക് അടുത്തതും എടുത്ത് കൊടുക്കാം. നമ്മളത് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഇതേമാതിരി മറിച്ചിട്ട് കൊടുക്കാം. ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം കേട്ടോ, ഇതേമാതിരി. അപ്പൊ നമ്മളെ മുട്ട ബജിന്റെ അടുത്ത സൈഡും ഇതേമാതിരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി അപ്പൊ നമ്മളെ പൊക്കവട അവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതാണല്ലേ, കാണുമ്പോ തന്നെ നല്ല അടിപൊളിയില്ലേ. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. നമ്മൾ ഞായറാഴ്ച വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാനും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് നല്ല ടേസ്റ്റ് ഉള്ള മുട്ട ബജിയാണ്. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുത്തിയിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കുക.
പിന്നെ നിങ്ങൾ അഭിപ്രായം നിർദ്ദേശിച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വയ്ക്കാനായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ പിയൂഷ് സൈനിങ് ഔട്ട്.